ഈവൻ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ. പക്ഷെ ഇപ്പം ഐ ആം വെരി കോൺഫിഡൻറ്റ്. ഐ നോ ഐ ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് മൈ ലൈഫ്. ഐ നോ ഐ ക്യാൻ അച്ചീവ് എ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് മൈ ലൈഫ്. ആ ഒരു കോൺഫിഡൻസിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബിഗസ്റ്റ് വിൻ ഐ എം ഷുവർ ഇറ്റ് ഈസ് യെറ്റ് ടു കം ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ. ആരാണോ എങ്ങനെയാണോ ഇപ്പൊ നമ്മള് വീക്ക്നെസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷോ ടു ദാറ്റ്. നമ്മള് ഹൈഡ് ചെയ്യാതെ ജസ്റ്റ് ഷോ എവറിത്തിങ് ടു പീപ്പിൾ. ആൾക്കാർ ഒരിക്കലും നമ്മള് ജഡ്ജ് ചെയ്യില്ല. ഈ ജഡ്ജ് ചെയ്യുക പറഞ്ഞാൽ തന്നെ പലപ്പോഴും നമ്മൾ പലതും കാണിക്കാതിരിക്കുന്നു. ബി യുവർ സെൽഫ്. എന്റെ ഫെയിലിയേഴ്സും ലോസും ട്രബിൾസും എല്ലാം കൊണ്ടും വന്നിട്ടുള്ള ഒരു പാഠമാകും. ആഫ്റ്റർ 5 or 6 years ഇന്നത്തെ ട്രബിൾസ് ഒന്നും അന്ന് ഉണ്ടാവുകയില്ല. സ്റ്റാൻഡ് അപ്പ്. ഇപ്പൊ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും സ്റ്റാൻഡ് അപ്പ്. അന്ന് നമ്മൾ പുറകോട്ട് ആലോചിച്ച് നിൽക്കുമ്പോൾ അന്ന് നമ്മൾ ആലോചിക്കണം, അന്ന് ഇത്രയും ഉണ്ടായിട്ട് നിന്നിട്ടും ഐ സ്റ്റുഡ്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദ മല്ലു ഷോ. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖമാണെന്ന് കരുതാണ്. മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു അടിപൊളി വീക്കോടെ വിഷയമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ അല്ലെങ്കിൽ ഡബിൾ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന ഭയങ്കര സ്പെഷ്യലായിട്ട് എപ്പിസോഡായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ കൂടെ ആക്ച്വലി 4 പേരുണ്ട്. ഞാനടക്കം 4 പേരുണ്ട് എപ്പിസോഡിൽ. ഞാൻ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള പോലെ 1-2 ഗസ്റ്റ് അല്ല, ഇന്ന് 3 എക്സ്ട്രാ ഗസ്റ്റ് എൻ്റെ കൂടെ ഉണ്ട്. മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ ഒരു നല്ല രീതിയിൽ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്താ പറയുക, കുറെ ആയിട്ട് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു തരത്തിൽ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്ന, ആ ഒരു തീമിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന 3 പോഡ്കാസ്റ്റേഴ്സ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ കൂടെ ഇന്ന് ഹൈദർ, മാത്രമല്ല ബ്ലൂബെറി അഥവാ മിന്നു ഉണ്ട്, അതുപോലെ തന്നെ രാധിക ഉണ്ട്. സോ ഹായ് എവരിവൺ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഹലോ. താങ്ക് യു. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? സുഖം. As always. നമ്മള് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ, ലൈക്ക് ഇന്ന് ആക്ച്വലി നിങ്ങൾ ടോപ്പിക് കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് ഹൗ ടു വിൻ എന്നുള്ളതാണ്. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായി ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് അതിന് മുന്നേ നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടാം. കാരണം എന്ന് വെച്ചാല് ഇതിലുള്ള ഓരോരുത്തരും നിങ്ങൾക്ക് പുതുതായിട്ടൊന്ന് പരിചയപ്പെടാനും ഒന്ന് അറിയാനും ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ ആരാണ് ആദ്യം പോണേ? ലേഡീസ് ഫസ്റ്റ്. അപ്പൊ രാധ്യ തന്നെ പറഞ്ഞോ, രാധ്യ തന്നെ തുടങ്ങിക്കോ. ഓക്കെ, നമസ്കാരം. എല്ലാവർക്കും സുഖാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു റിസ്വാൻ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഞാനും വളരെയേറെ സ്പെഷ്യൽ എപ്പിസോഡിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഇതുവരെയ്ക്ക് ചെയ്യാറുള്ള സോളോ എപ്പിസോഡും ഡിസ്കഷൻ ടൈപ്പ് ഇതുവരെ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിട്ടില്ല. മനസ്സിലെങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എങ്ങനെ ശരിയായി വരുന്ന ഒരു പിടുത്തമില്ലാത്ത കൊണ്ട് ചെയ്തില്ല. സോ അതിന് ആദ്യം തന്നെ റിസ്വാൻ ബ്രോനോട് വളരെയേറെ താങ്ക്ഫുൾ ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തണമെന്നും അതിൽ എന്റെ പേര് ഓർക്കാൻ ശ്രമിച്ചല്ലോ ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷം. പിന്നെ കൂടുതലുള്ള ഹോസ്റ്റുമാരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെയേറെ സന്തോഷമില്ല. ഏറ്റവും ഞാൻ ഓർക്കുന്ന 2 വ്യക്തികളാണ്, ബ്ലൂബെറി ആയിക്കോട്ടെ ഹൈദരത്തിനോട് ആയിക്കോട്ടെ. സോ നിങ്ങളുടെ കൂടെ ഒക്കെ നിന്നിട്ട് ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയത് വളരെയേറെ സന്തോഷം. ആൻഡ് ഞാൻ ഫ്രീ ടോക്സിന്റെ ഹോസ്റ്റും കൂടിയാണ്. സോ നമുക്ക് അടിച്ചുപൊളി ഒരു എപ്പിസോഡ് ആക്കാം. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു മിന്നു തന്നെ ആയിരിക്കട്ടെ. ഓക്കെ, ഹലോ എവ്രിവൺ, എൻ്റെ പേര് മിന്നു എന്നാണ്. ബ്ലൂബെറി ബ്ലോഗ് മലയാളം പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റ് ആണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ആളുകളുള്ള ഒരു എപ്പിസോഡിന്റെ ഭാഗമാണ്. അതും ഹൈദറിനെ പോലെയും റിസ്വാനെ പോലെയും രാധിയെ പോലെയൊക്കെ ഉള്ള, എന്താ പറയാ, വളരെ പോപ്പുലർ ആയ ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ പോഡ്കാസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും എക്സൈറ്റിംഗ് ആണ്. സോ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദി എപ്പിസോഡ്. ഓക്കെ, സോ ആക്ച്വലി ഇപ്പം സംഭവം നീങ്ങി വന്ന് ഹൈദറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹായ് ഗായ്സ്, എന്റെ പേര് ഹൈദർ അലി. ഞാൻ ദുബായിൽ നിന്നാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു ഫുൾ ടൈം മ്യൂസീഷ്യൻ ആണ്, ഒരു മോർ ദാൻ 3 years. പിന്നെ സൈഡായിട്ട് ചെറുതായിട്ട് കുഞ്ഞു ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്നു. പോഡ്കാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ഡു ഹാവ് എ പോഡ്കാസ്റ്റ്, ഹൈദേഴ്സ് ഹൗസ് എന്നാണ് പേര്. പക്ഷെ അധികം ഇപ്പോ നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഞാൻ ആക്റ്റീവേ അല്ല. സത്യം പറഞ്ഞാൽ ആക്റ്റീവ് അല്ല, കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കോ എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഐ ജസ്റ്റ് റെക്കോർഡ് ആൻഡ് ദെൻ പോഡ്കാസ്റ്റിൽ അങ്ങ് വിടും. അതാണ് ചെയ്യാറ്. ഒരു ഫ്ലോയിൽ അങ്ങനെ പോവാം, പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ പോവാ. പിന്നെ ജനറലി കൂടുതൽ ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ്. പിന്നെ ഇപ്പോ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഐ ലവ് ദ പ്ലാറ്റ്ഫോം. സോ അപ്പൊ ക്ലബ് ഹൗസ് ത്രൂവും മെയിൻലി ക്ലബ് ഹൗസ് ആൻഡ് ഇൻസ്റ്റാഗ്രാം. ക്ലബ് ഹൗസ് കുറച്ചായിട്ട് ഇപ്പൊ അധികം ആക്റ്റീവ് അല്ല, ഇപ്പൊ തിരിച്ച് വരാനുള്ള ശ്രമത്തിലാണ്. അപ്പോ ഇത് രണ്ടും. സോ ദാറ്റ്സ് മീ.
ഹൈദർ. ഓക്കെ, സോ അപ്പൊ ഇതിലുള്ള ഞാൻ പറഞ്ഞ പോലെ 3 പേരും ലൈക്ക് നമ്മൾ എല്ലാവരും ഒരേ ടൈപ്പ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത്, ആ ഒരു ടൈപ്പ് കോണ്ടന്റ് തന്നെയാണ്. ലൈക്ക് ഇപ്പൊ ഫ്രീ ടോക്സ് ആണെങ്കിൽ രാധിക ഒരു സൈക്കോളജിക്കൽ ബേസ്ഡ് ആ ഒരു കണ്ടന്റ് ആണ് ചെയ്യുന്നത്. മിന്നു ആണെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂബെറി ആണെങ്കിൽ ഞാൻ ബ്ലൂബെറി എന്നാണ് വിളിക്കുന്നത് കേട്ടോ, ലൈക്ക് ബിക്കോസ് ലൈക്ക് അതാണ് കുറച്ച് എളുപ്പം. ഓക്കെ, സോ മിന്നു ആണെങ്കിൽ മിന്നു ബുക്സ്, ജേർണൽ, അതുപോലെ ലൈക്ക് ഹാക്സ്, ലൈക്ക് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ടൈപ്പ് കോണ്ടന്റ് ആണ് ചെയ്യുന്നത്. ഹൈദരാണെങ്കിൽ അഗെയിൻ സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ്, ലൈക്ക് അഗെയിൻ മണി, ആ ഒരു ടൈപ്പ് കോണ്ടന്റ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോരുത്തർ എടുത്തു വെക്കാലും ഓരോരുത്തരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അടിപൊളി കോണ്ടന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, 3 പേരും ബാക്കിയുള്ള 3 പേരും അടിപൊളി കോണ്ടന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ലൈഫിൽ ഡെഫിനറ്റ്ലി എല്ലാ പ്രാവശ്യവും ലൈക്ക് എല്ലാ ദിവസവും എല്ലാവരും പോസിറ്റീവ് ആയിരിക്കണം അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സോ ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കണത്? ലൈക്ക് അല്ലെങ്കിൽ ഡെയിലി ഒരു ബെറ്റർ ആവാന്നുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനറ്റ്ലി നമ്മൾ ഈ ടൈപ്പ് കോണ്ടന്റിലേക്ക് വരുമ്പോൾ ആ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ഇപ്പം ഇൻസ്റ്റയിലായിക്കോട്ടെ പോഡ്കാസ്റ്റിലായിക്കോട്ടെ ഓരോ എപ്പിസോഡ്സ് ഇടുമ്പോൾ ഈവൻ എന്റെ വീട്ടിൽ പോലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നീ ചെയ്യാറുള്ളതാണോ അല്ലെങ്കിൽ ഇതൊക്കെ നീ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണോ? ദ ട്രൂത്ത് ഈസ് ദാറ്റ് വി കനോട്ട് ഓൾവേസ് ബി പോസിറ്റീവ്. അത് ഒരു വ്യക്തിക്കും പറ്റുന്ന ഒരു കാര്യമേ അല്ല. എന്റെ എപ്പിസോഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഓരോ എപ്പിസോഡ്സും ഒരു അന്വേഷണത്തിന്റെ ഫലമായിരുന്നെന്ന് വേണം പറയാം. കാരണം ഞാൻ കയറി ഇറങ്ങിപ്പോയ ഓരോ ഫീലിങ്സും ആണ് എന്റെ ഓരോ എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് 2021 ദ ബെസ്റ്റ് യുവർ ബെസ്റ്റ് ഇയർ എന്നുള്ളതായിരുന്നു. അത് ആക്ച്വലി എന്റെ ഒരു അന്വേഷണമായിരുന്നു. കഴിഞ്ഞ കൊല്ലം അങ്ങനെ അങ്ങ് പോയി. അപ്പം എങ്ങനെ ഈ ഒരു 2021 എന്ന് പറഞ്ഞൊരു കൊല്ലം എങ്ങനെ ബെറ്റർ ആക്കാം, ഇത് എന്റെ ഒരു അന്വേഷണമാണ്. അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടെത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എങ്കിൽ അത് എനിക്കറിയാവുന്ന കാര്യം മറ്റൊരാൾക്കും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഐഡിയയിലാണ് ആ ഒരു എപ്പിസോഡ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈവൻ ഹൗ ടു ഇംപ്രൂവ് യുവർ സെൽഫ് എസ്റ്റീം എന്നുള്ളത്. ഞാൻ സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ സെൽഫ് എസ്റ്റീം വളരെ കാലങ്ങളോളം ഞാൻ അത് ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. സോ എനിക്കറിയാം അത് ആ സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. ഇത്തരം പോഡ്കാസ്റ്റുകൾ കേട്ടിട്ടാണ് ഞാനും അതിന്റെ കുറെ കാര്യങ്ങൾ അറിഞ്ഞത്. സോ മലയാളത്തിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരുന്ന പോഡ്കാസ്റ്റുകൾ എനിക്ക് കാണാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അത് ഷെയർ ചെയ്യാം. പിന്നെ റിജക്ഷന്റെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടു, അതും ഞാൻ കടന്നു പോയൊരു സമയത്താണ്. ആ സെയിം ടൈമിൽ തന്നെ ഞാൻ ആ ഒരു പ്രോബ്ലത്തോട് കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ അത് അപ്പൊ ഞാൻ അത് എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓരോ എപ്പിസോഡ് എന്ന് പറയുന്നതും നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഒരു വ്യക്തിക്ക് ഒരിക്കലും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷെ നമുക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഓഫ് കോഴ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. എനിക്ക് കഴിഞ്ഞ ദിവസം കൂടെ നല്ലൊരു മൂഡ് സ്വിങ് കഴിഞ്ഞിട്ടിരിക്കുകയാണിത്. പക്ഷെ നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മളത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എങ്ങനെ ട്രൈ ചെയ്യാം, ആ ഒരു അന്വേഷണമാണ് എല്ലാ ദിവസവും നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. വാട്ട് എ ലവ്ലി ആൻസർ അല്ലെ. ലൈക്ക് എന്താ പറയാ, നമ്മള് ഒരു മെഷീനൊന്നല്ല നമ്മൾക്ക് ഒരിക്കലും ഡെയിലി 100% കൊടുക്കാൻ പറ്റില്ല. ആൻഡ് റെസ്റ്റ് എടുക്കേണ്ടൊക്കെ ആവശ്യം വരും. എന്നിരുന്നാൽ പോലും നമ്മളൊരു ദിവസം വെറുതെ ഇരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും അറ്റ്ലീസ്റ്റ്. ദാറ്റ്സ് ഓസം. അപ്പോൾ വേറൊരു പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലൊന്നൊരു കാര്യമാണെന്ന് വെച്ചാല്, ഇപ്പം ഹൈദർ ആയിക്കഴിഞ്ഞാല് ഹൈദർ ചെയ്യുന്നത് സെൽഫ് ഗ്രോത്ത് ആ ഒരു രീതിയിലുള്ള കോണ്ടന്റ് ആണ്. ഇപ്പൊ ബ്ലൂബെറി ആയിക്കഴിഞ്ഞാല് ബ്ലൂബെറി ചെയ്യുന്നത് ജേർണല്, പ്രൊഡക്ടിവിറ്റി ഹാക്സ് കാര്യങ്ങളൊക്കെയാണ്. ഫ്രീ ടോക്സ് അല്ലെങ്കിൽ രാധിക ചെയ്യുന്നത് ലൈക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ്, പക്ക സെൽഫ് ഇംപ്രൂവ്മെന്റ് ടൈപ്പുള്ള ടോപ്പിക്കാണ്. സോ വൈ ഷുഡ് ലൈക്ക് വി ആർ ഓൾ പോഡ്കാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ എന്റെ പോഡ്കാസ്റ്റ് ഇന്നത് കൊണ്ട് കേൾക്കണം എന്നുള്ളത് ഞാൻ എന്നോട് പറയാം. ലൈക്ക് ഇന്ന കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പോഡ്കാസ്റ്റ് കേൾക്കണം. സോ വൈ ഷുഡ് പീപ്പിൾ ലിസൺ ടു യുവർ പോഡ്കാസ്റ്റ്? What can they get it from? What can they get it from you? ആരെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഒരു ആൻസറും ഇല്ല. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ why should they listen to my podcast. എനിക്കിപ്പോ നമ്മളെ ഈ ഇപ്പൊ മിന്നു പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെയിൻ ഇപ്പൊ എന്റെ സെൽഫ് ഗ്രോത്ത് കണ്ടന്റ് ഞാൻ ചെയ്യാൻ കാരണം ഒക്കെ ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഈ ഇതുപോലത്തെ കണ്ടന്റ് ചെയ്യാൻ കാരണം നമ്മളെ എക്സ്പീരിയൻസ് തന്നെ. സോ എനിക്ക് I've been through like everything you can name it. ഞാൻ ഇത്ര കുറച്ച് സമയത്തിന്റെ ഇടയില്
ഒരുപാട് സഫർ ചെയ്ത് കൊടുത്തി. ഞാൻ ഇപ്പൊ ചൈൽഡ്ഹുഡ് ആണെങ്കിലും ഐ കെയിം ഫ്രം എ വെൽ ഓഫ് ഫാമിലി, ഐ കം ഫ്രം എ വെൽ ഓഫ് ഫാമിലി. സോ അത് കഴിഞ്ഞ് ഒരു പോയിന്റിൽ ഐ വെന്റ് ഓൺ മൈ ഓൺ. ഞാൻ എന്റെ വഴിക്ക് ഞാൻ ഇറങ്ങി. അത് ഒരു റെബലിയസ് ആയിരുന്നു ബേസിക്കലി. പിന്നെ അങ്ങനത്തെ ഒരു ആരെയും കേൾക്കാത്ത അങ്ങനെ അതായിട്ട് ഇറങ്ങി കഴിഞ്ഞും ചെയ്തു. ആൻഡ് ഐ മെസ്ഡ് അപ്പ് ബിഗ് ടൈം. ഞാനിപ്പോ എന്റെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ എം റൈറ്റിംഗ് എ ബുക്ക്. എന്റെ ആദ്യത്തെ ബുക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് ബീൻ 4 months now. അതിന്റെ ടൈറ്റിൽ തന്നെ ഇറ്റ്സ് റിഗാർഡിംഗ് ദാറ്റ്. അപ്പൊ ഇതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ, അപ്പോ എല്ലാ രീതിക്കും ഐ മെസ്ഡ് അപ്പ് റിലേഷൻഷിപ്സ്, ഐ മെസ്ഡ് അപ്പ് ഫൈനാൻസസ്, അതും ബിഗ് ടൈം. നമുക്ക് ആലോചിക്കാം, അത് ഞാൻ ഒരാളുടെ തലയിലാണത്. അത് എനിക്ക് കാരണം തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ആരെടുത്തും എനിക്ക് തിരിച്ച് ഹെൽപ്പിന് വേണ്ടിയിട്ട് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. എനിക്കത് ഞാൻ ചെന്നിട്ടുമില്ല. അപ്പോ ഇത് കഴിഞ്ഞ് വന്നപ്പോ ഇതിന്റെ ഒക്കെ ഒരു സ്റ്റേജ് ഉണ്ട്. കാരണം ആദ്യം നമ്മുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇനീഷ്യലി എല്ലാം ഓക്കെ കംഫർട്ടബിൾ സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ഇമേജ് ഉണ്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കഴിഞ്ഞ് ഓരോന്ന് പൊളിഞ്ഞ് വീഴാൻ തുടങ്ങുമ്പോ പിന്നെ അപ്പൊ ആ ഒരു സമയത്തുള്ള എനിക്ക് ആ സമയത്തുള്ള ഒരു വറിയുണ്ട്, ഇതായിരുന്നല്ലോ എന്റെ ഇമേജ്. ഞാൻ എങ്ങനെ ഇനി എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ എങ്ങനെ ആരെങ്കിലും അറിഞ്ഞ എന്തുണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരാൾ അറിയും, രണ്ടാളറിയും, പിന്നെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു ഫ്രീഡം വരാനുണ്ട് അതിന്ന്. അപ്പൊ അത് ഒന്നുകിൽ ആ ഒരു സ്റ്റേജിൽ ഒന്നുകിൽ സമ്മൺ ബ്രേക്സ് അല്ലെങ്കിൽ സമ്മൺ ജസ്റ്റ് റൈസ് ബാക്ക്. അപ്പൊ അതിൽ എനിക്ക് താങ്ക്ഫുള്ളി ഞാൻ ഡിപ്രഷനിലോട്ട് എത്തിയില്ല. പക്ഷെ എനിക്ക് തിരിച്ചു കയറാൻ പറ്റി. ഞാൻ അതിനു മാത്രം കുറെ ബുക്സ് വായിച്ചതും ബുക്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് മെന്ററായിട്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അപ്പോ ഞാൻ തന്നെ ഐ ഹാഡ് ടു പിക്ക് മൈ സെൽഫ് ബാക്ക് അപ്പ്. ഇതിന്റെ ഇടയിൽ ഒരുപാട് ഇപ്പൊ എനിക്ക് എന്റെ വെഡിങ് കഴിഞ്ഞതിന്റെ മുന്നേ തന്നെ എല്ലാം കൊണ്ട് തകർത്ത് കളഞ്ഞാണ് ഞാൻ. ഐ ഹാഡ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ അത് ഓക്കെ. അത് കഴിഞ്ഞ് എന്റെ പ്രൊഫഷണൽ ലൈഫ് ഐ മെസ്ഡ് അപ്പ് ബിഗ് ടൈം. ഫൈനാൻസസ്, ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഹ്യൂജ് മൗണ്ടൻസ്, ലൈക്ക് അങ്ങനത്തെ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഓരോന്ന് കയറി വരുമ്പോ പിന്നെ നമുക്കൊരു ധൈര്യം വരാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, ഇപ്പൊ നമ്മൾ ഒരാളെയും കൊന്നിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും കിഡ്നാപ്പും ഡ്രഗ് ഡീലിംഗ് ഒന്നും ചെയ്തിട്ടില്ലാത്തോളം കാലം നമുക്കൊന്നും പേടിക്കാനില്ല. ഞാൻ എന്റെ ബുക്കിൽ തന്നെ ഒരു ചാപ്റ്റർ ഞാൻ മിക്കവാറും അത് എഡിറ്റിംഗിൽ പോയിട്ട് മാറി വരാം. പക്ഷെ ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള സംബഡി യു ഓ സംബഡി ഡസന്റ് മീൻ സംബഡി ഓൺസ് യു. അത് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചതാണ്. കാരണം നമ്മൾ ഇപ്പൊ ഫൈനാൻസ് ഇഷ്യൂവിൽ നിന്ന് നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു പ്രോബ്ലം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഫൈനാൻഷ്യൽ ഡെറ്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ ആൻഡ് ദെൻ ഹി റൂൾസ് അസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ഫാമിലിന്റെ കാര്യങ്ങളിൽ കയറി സംസാരിക്കാൻ ഇടപെടും, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കയറി വരും. അപ്പോ ഇതെല്ലാം കാരണം അതൊക്കെ നമുക്കൊരു നോർമലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ വി ഓ സമ്മൺ മണി, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പേഴ്സൺ ഓൺസ് അസ്. അയാൾ നമ്മള് ഓൺ ചെയ്യുന്നില്ല, നമ്മളെ ക്യാഷ് കൊടുക്കാനുള്ള. അപ്പൊ പിന്നെ ഞാൻ സ്ട്രോങ് ആയി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഐ ഓ യു മണി. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. വേറെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. എന്റെ ഫാമിലി എങ്ങനെയാണോ, എന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് വന്ന ആള്. കാരണം എന്റെ ഇഷ്യൂസ് എനിക്ക് വേറെ ആളുകൾ അടുത്തുനിന്ന് വന്ന ഇഷ്യൂസ് കാരണമാണ് എനിക്ക് ഇഷ്യൂസ് വന്നു തുടങ്ങിയത്. ഒരു ചെയിൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോ ഞാനും കീപ്പ് ചെയ്ത് പോന്നിട്ടുള്ള, പ്രാക്ടീസ് ചെയ്തിട്ട് പോന്നിട്ടുള്ള കാര്യമാണ്. എനിക്കിനിപ്പോ ആര് ക്യാഷ് വരാനുണ്ടെങ്കിലും ഞാൻ അയാളുടെ വീട്ടിൽ കയറി ഇടപെടുവോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഒന്നുമില്ല. എനിക്ക് കാശാണ് തരാനുള്ളത്, ഞാൻ ആ ക്യാഷിന്റെ കാര്യം ചോദിക്കുള്ളൂ. അതിന്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിന്റെ പുറത്ത് ഐ ഹാഡ് ബീൻ ഇൻ പോലീസ് സ്റ്റേഷൻ, ഐ ഹാവ് ബീൻ ഇൻ ജയിൽ, ഐ ഹാവ് ബീൻ ടു കോർട്ട്. ഇതെല്ലാം ഈ ചെറിയ സമയത്തിനുള്ള ഇതെല്ലാം കഴിഞ്ഞ. അപ്പൊ ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ ഒരു ഫ്രീഡം വരാനുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് എനിക്കും ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോ നമ്മളുടെ ഇന്ന് ലിറ്ററലി ഒരാള് എനിക്ക് DM ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്, എന്തായിരുന്നു, യു ആർ എ ലൈവ്ലി ഹ്യൂമൻ. യെസ്, അതായിരുന്നു എനിക്ക് ടെക്സ്റ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മളെല്ലാരും വി ആർ ഓൾ ബാറ്റിലിംഗ് അവർ ഓൺ വാർസ്. നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നത് അവർ ബെസ്റ്റ് വേർഷൻ. അപ്പൊ ആരും നമ്മളെ കണ്ടിട്ട് ഇയാളുടെ എനിക്കൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണല്ലോ, ഒരാളുടെ ലൈഫ് ഭയങ്കരമായിട്ട് പുറത്ത് നമ്മൾ കാണുമ്പോൾ എന്താ ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ ശരിക്കും നമ്മൾക്കും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പോർട്രേ ചെയ്യുന്നത് സെയിം അല്ലേ. നമ്മൾ കാണിക്കുന്നത് നമ്മളെ ബെസ്റ്റ് വേർഷൻസ് ആണ്. പക്ഷെ ബാക്കിയുള്ളവർ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ നമ്മളെ കാണുമ്പോഴും ഇത് തന്നെ വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്ന് പഠിച്ച ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ വന്ന് പഠിച്ചതിൽ നിന്ന് അപ്പൊ എനിക്കും തോന്നി കുറെ കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലും കുറെ ആളുകളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്.
അതിപ്പോ നമ്മളെടുത്ത് പെരുമാറുന്നത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന കാര്യങ്ങളിലും നമ്മൾക്ക് പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്നോട് അവൻ ഇങ്ങനെ ചെയ്തു നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളും സെയിം തന്നെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറാനുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇത് പുറത്തോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ഇത് വന്നത്. അപ്പൊ അതന്നെ ഇപ്പൊ എല്ലാവരുടെ കേസും സെയിം തന്നെ, നമ്മളുടെ എല്ലാവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് ഷെയർ ചെയ്യാൻ പോരുന്നത്. പക്ഷെ ഇതിൽ നമ്മുടെ എല്ലാവരും ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കുറെ പേര് ചെയ്യുന്ന വളരെ നല്ല കാര്യം. കാരണം എല്ലാവരും ഇപ്പൊ ഇത് ചെയ്തോളണമെന്നില്ല. എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ട് ഉള്ളിൽ വെച്ച് ഇരിക്കുന്നവരുണ്ട്. there's nothing wrong with that. പക്ഷെ അതിന് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആണ് നമ്മൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങള് ഒരാൾക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഡിഫറൻസ് ഉണ്ടാക്കണം. അറ്റ്ലീസ്റ്റ് ഈസ് ഗോണ ഹാവ് എ ഗുഡ് ലൈഫ്, അറ്റ്ലീസ്റ്റ് എ പീസ്ഫുൾ വൺ. പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഹിസ് മൈൻഡ് വിൽ ബി ഇൻ പീസ്. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ എന്തെല്ലാം എന്റെ ചുറ്റും എല്ലാം വീണ് കിടന്നുണ്ടെങ്കിലും ഞാൻ അവിടെ എണീച്ചു നിൽക്കും. അത് ഞാൻ ഏതൊരു സ്പീച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാളുടെ മകന്റെ അടുത്ത് പറഞ്ഞത്. മകന്റെ വൈഫ് മരിച്ച സമയത്ത് there was so much in love. അവർ ഒരുപാട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അത് കഴിഞ്ഞ് മകന്റെ വൈഫ് മരിച്ചപ്പോ he was so shattered. അത് കഴിഞ്ഞ് പക്ഷെ അയാളുടെ അച്ഛൻ അയാളുടെ അടുത്ത് വന്നത് സ്റ്റാൻഡപ്പ് അതൊരു സ്പീച്ച് ഉണ്ടായിരുന്നു അതിന്റെ. അപ്പൊ ഇത് നല്ല പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് എണീറ്റ് നിൽക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മളെ എങ്ങനെ ബാക്കിയുള്ളവരോട് പറയുന്നു, നമ്മളെങ്ങനെ നമ്മുടെ പോർട്രേറ്റ് ചെയ്യുന്നു നമ്മളെ ഇഷ്ടമാണ്. അത് ആര് എന്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെ. ഇഫ് യു ആർ ട്രൂ ടു അവർ സെൽസ്, നമുക്ക് നമ്മൾ അറിയാന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് തെറ്റായിരിക്കാം. എനിക്ക് കാശ് കൊടുക്കാണ്ടായിരുന്ന സമയത്ത് ഐ സ്റ്റിൽ ഡ്രസ്ഡ് വെൽ, ഐ സ്റ്റിൽ വെന്റ് ഫോർ തിങ്സ്. നമ്മൾ പറയുമല്ലോ ഷോ അപ്പ്, എന്താണെങ്കിലും കീപ് ഷോയിങ് അപ്പ്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകൾ പറയണ്ടായിരുന്നു അവൻ ആ നല്ല ഡ്രസ്സ് എടുത്തിട്ട് കാർ ഓടിച്ച് കോട്ടൊക്കെ ഇട്ട് നടക്കുന്നു, പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്, കീറി പറഞ്ഞ ടീഷർട്ട് എടുത്തിട്ട് വർക്കിന് പോകാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ലല്ലോ. സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് മൈൻഡ് ബ്ലൈൻഡ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. നമ്മൾ സ്റ്റിക്ക് വിത്ത് അവർ പ്ലാൻസ്, ഗോ ഫോർവേഡ്. കുറെ കഴിയുമ്പോൾ പ്രോബ്ലംസ് അല്ല ഇവൻച്വലി നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്കറിയാലോ. പണ്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് ഒന്നും നമ്മളെ കൂടെ ഇപ്പൊ ഇല്ല. പക്ഷെ അന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ ഇറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ്, നമ്മുടെ ലൈഫ് നിന്ന് പോകുമെന്ന് വിചാരിച്ച പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രോബ്ലംസ് 5 years കഴിയുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. അന്ന് നമ്മൾ പുറകോട്ട് ചെയ്യുന്നത് ഇതന്നെ ആലോചിക്കും. അപ്പൊ തീരും. എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും തീരും അറ്റ് സം പോയിന്റ്. നമ്മൾ മുൻകൈ എടുത്താലും ഇല്ലെങ്കിൽ അറ്റ് സം പോയിന്റ് ഇറ്റ് ഹാസ് ടു ബി സോൾവ്. അപ്പൊ അതെന്തായാലും തീരും. അപ്പൊ ഇപ്പൊ വെറുതെ ടെൻഷൻ അടിക്കുന്നതിലും നല്ലത് ബി യുവർ ബെസ്റ്റ് സെൽഫ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എബിലിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യാം. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊന്നുമില്ലേ മനുഷ്യന്മാരല്ല, സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ലല്ലോ. നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം, മുന്നോട്ട് പോവാം, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. സോ അതന്നെ എന്റെ കണ്ടന്റ് ക്രിയേഷൻ മെയിൻ ഇതാണ്. ഞാൻ പഠിച്ച കാര്യങ്ങള് എനിക്ക് സ്ട്രോങ് ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, രണ്ടുപേരെയും കൂടെ എനിക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തു നോക്കുക. അത്രേ ഉള്ളൂ. മെയിൻലി അതാണ് എന്റെ ഒരു ഇൻസ്പിറേഷനും ഞാൻ എന്റെ കണ്ടന്റിന്റെ ബാക്കിലുള്ള ഒരു പുഷും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും സെയിം അത് തന്നെ. എക്സ്പീരിയൻസസ് മേക്സ് us, right? തീർച്ചയായിട്ടും. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഞാൻ ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ ഹൗ ടു വിൻ ആണ്. അപ്പൊ ഞാന് ലൈക്ക് നമ്മളിപ്പോ സംസാരിച്ചതൊക്കെ ഒന്ന് കൺവേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ എനിക്ക് ജസ്റ്റ് എന്റെ ഈ വിൻ എന്നുള്ളത് ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു പലപ്പോഴും പല രീതിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാം. എനിക്കിപ്പോ എന്ന് വെച്ചാൽ ഈ വിൻ എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് യു ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് യു ഷോയിങ് അപ്പ് എവറി ഡേ. ലൈക്ക് at the end of the day, like maybe in the beginning of the day, like at the end of the day അല്ല, രാവിലെ എണീച്ച് നമ്മൾ ഷോപ്പ് ചെയ്ത് നമുക്ക് എന്താണോ ലൈഫിൽ വേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് മേ ബി ഒരു സ്റ്റെപ്പെങ്കിൽ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ₹1 അത് ഉണ്ടാക്കി നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ട ഒരു ഡ്രീംസ് അച്ചീവ്, ലൈക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് സ്ട്രൈവ് ഫോർവേഡ് ചെയ്ത്, ഒന്നില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിന് ഒരു റെസ്പോൺസ് ഒക്കെ കൊടുത്ത്, ഒന്നല്ലെങ്കിൽ അവരെ മുന്നിൽ നിന്ന് എണീച്ച് നിന്ന്, ഒന്നില്ലെങ്കിൽ ശ്വാസം വിട്ട്, അതൊക്കെയാണ് വിൻ എന്നുള്ളത്. അല്ലെങ്കിൽ ദാറ്റ്സ് ഹൗ യു വിൻ. അതല്ലാതെ നമ്മൾ ഈ കാണുന്നത് പോലെ എനിക്ക് അത് വേണം ഇത് വേണം, എനിക്ക് തോന്നുന്നു അതല്ല വിൻ അല്ല. ലൈക്ക് വാട്ട് യു ഡിഫൈൻ സക്സസ് ഈസ് നോട്ട് റിയലി സക്സസ്. വാട്ട് റിയലി സക്സസ് ഈസ് ജസ്റ്റ് ഷോയിങ് അപ്പ് ആസ് യു, what you really want to, like as an authentic you. അതാണ് ലിറ്ററലി ദി അൾട്ടിമേറ്റ് വിൻ എന്നുള്ളത്. സോ അതാണ് ഞാൻ ലാസ്റ്റ് എത്തിയിട്ടുള്ള ഒരു റിയലൈസേഷൻ, ഇപ്പൊ എത്തിയിട്ടുള്ള കൺക്ലൂഷൻ. അത് ആക്ച്വലി എനിക്കൊരു ചെറിയൊരു പോയിന്റ് പറയാനുണ്ട്. ഞാൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഓരോ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി സക്സസിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, വാട്ട് ഇസ് റിയലി സക്സസ് ഫോർ യു? എന്താണ് താങ്കൾ എങ്ങനെയാണ് സക്സസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മൈ ആൻസർ മൈറ്റ് സർപ്രൈസ് യു, ബട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ സന്തോഷമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ സക്സസ്ഫുൾ.
അപ്പൊ ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രാത്രി ചുമ്മാ കിടന്ന് ഉറങ്ങുന്നതാണോ താൻ സക്സസ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയില്ല. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് ആക്ച്വലി വെരി ശരിക്കും ഒരു സക്സസ് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എത്ര പേർക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അത്രയും സമാധാനത്തോടു കൂടി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ കിഡ്സ് ടു റേസ് ആൻഡ് അവരെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് വരണം, ബട്ട് യു ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, നിങ്ങൾക്ക് രാത്രി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? പോട്ടെ, നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, എഗെയിൻ യു ഹാവ് എ ഫാമിലി ടു റേസ്, നിങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും? എഗെയിൻ നാളെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന് പനി പിടിച്ചെന്ന് വിചാരിക്കുക, ഉറങ്ങാൻ പറ്റുമോ സമാധാനമായിട്ട്? ഇല്ല. സമാധാനമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. പീസ്ഫുൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ പറ്റി യാതൊരു വറീസും ഇല്ലാതെ രാത്രി ഉറങ്ങാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് എഗെയിൻ റിസ്വാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സക്സസ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും റിസ്വാൻ സക്സസ് ആവണമെന്നില്ല. മൈ ഡെഫിനിഷൻ ഓഫ് സക്സസ് മൈറ്റ് ബി വെരി ഡിഫറെന്റ് ഫ്രം യുവേഴ്സ്. സോ നമ്മളൊരാളെ നോക്കി ഓക്കെ അവൻ എവിടെയും എത്തിയില്ല, അവനൊട്ടും സക്സസ് ലൈഫിൽ എന്ന് പറയുമ്പോൾ അവൻ അത് സക്സസ് ആണോ അല്ലെങ്കിൽ അവൻ സമാധാനമാണോ രാത്രി കിടന്ന് ഉറങ്ങുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്നെ ഇപ്പം ഈവൻ ഫാമിലിയിലാണെങ്കിൽ പോലും എനിക്ക് ഐ എം നോട്ട് എംപ്ലോയ്ഡ് റൈറ്റ് നൗ. അപ്പം നീ ജോലി എത്തിയില്ലല്ലോ, അപ്പോൾ നിനക്ക് എന്താണ് ലൈഫിൽ നീ അച്ചീവ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഗോളായിരുന്നു. അതിനുവേണ്ടി ഞാൻ ചുമ്മാ ഇരുന്ന് ഒരിക്കലും എവിടെ വരെ എത്തത്തില്ല. ഞാൻ എന്തൊക്കെയോ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആണ്. പിന്നെ ജോലി എന്ന് പറയുന്നത് അതും ഒരു ഗോളാണ്. അവിടേക്കും ഞാൻ എത്തും. ഒരാള് ഒരു ഇടത്തേക്ക് എത്തുന്ന ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ റിസ്വാൻ ഇപ്പം ഓഫ്കോഴ്സ് യു ഹാവ് എ ജോബ് റൈറ്റ് നൗ, പക്ഷേ ഞാൻ അതിലേക്ക് എത്താനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ എം നോട്ട് സക്സസ്ഫുൾ റൈറ്റ് നൗ. ഞാൻ ഹാപ്പിയാണ്. അതാണ് ഏറ്റവും വലിയൊരു സക്സസിന് ഡെഫിനിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ലൈക്ക് എൻ്റെ ഒരു ലൈക്ക് ജോബിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ലൈക്ക് ഐ വാസ് എ വെരി ഗുഡ് കിഡ് ഫ്രം മൈ ലൈക്ക് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. അപ്പോ ഭയങ്കര എക്സ്പെക്ടേഷൻ വളർന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് എന്നെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പോ ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്നുള്ളത് ഞാൻ പഠിച്ച ഒരു കാര്യമല്ല. എന്നോട് പലപ്പോഴും ഇപ്പോഴും പലരും എന്നോട് വന്നിട്ട് പറയാറുണ്ട്, നിനക്ക് CA പോയിക്കൂടെ, ലൈക്ക് നിനക്ക് ഇന്നതിന് പോയിക്കൂടെ, നീ എന്താ അത് പോയിരുന്നു, ലൈക്ക് നീ എഞ്ചിനീയർ അല്ല, നീ എന്തിനാ ഈ ജോലി ചെയ്യുന്നത്, ഒരുപാട് എക്സ്പെക്ടേഷൻസ് വരാറുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഐ എം വെരി ഹാപ്പി ആയിട്ട്. ലൈക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഐ ബീൻ വർക്കിംഗ് like I've been doing this job for 2 years and more than that. ഞാൻ ഇന്നേ വരെ ഒരു ദിവസവും ഞാൻ ഇന്ന് വർക്ക് ചെയ്യണമല്ലോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ലൈക്ക് ഐ എം വെരി സക്സസ്ഫുൾ അറ്റ് മൈ കരിയർ റൈറ്റ് നൗ. ലൈക്ക് അത് വലിയൊരു പോയിന്റ് ആണ്. ലൈക്ക് നമുക്ക് സക്സസ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഒരു മീനിങ് ഓഫ് ഒരു വിൻ എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് അതുപോലെ ആണെന്നില്ല. റെസ്പെക്ട് എവ്രി വൺസ് വ്യൂ ഓൺ ദാറ്റ്. ലൈക്ക് എനിക്കെന്താണോ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുക, നിങ്ങൾ അത് വേണമെങ്കിൽ ആ ഒരു ഫ്രീഡം എനിക്ക് തരാം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അത് പ്രൊവൈഡ് ചെയ്യാം. ഓരോരുത്തരുടെയും ഓരോ സിറ്റുവേഷനിലുള്ള ഒരു തോട്ട് എന്നല്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ചായ കുടിക്കാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡെസിഷൻ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ ആയിരിക്കും. ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക, അതാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഫ്രീഡം എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫ്രീഡം, ഒരു ടോട്ടൽ കംപ്ലീറ്റ് അതോറിറ്റി എന്നുള്ളത്, അതാണ് ആക്ച്വലി ബെസ്റ്റ്, ലൈക്ക് എല്ലാവരും ആവശ്യമുള്ളത് എന്നുള്ളത്. സോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരികയാണ് ലിറ്ററലി. ആൻഡ് എനിക്കൊന്നു ലൈക്ക് രാധിക എന്തോ പറയാൻ പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ കുറെ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ ഒരു പോയിന്റ് പറയാം. ഓക്കെ, എനിക്ക് തോന്നുന്നു മറ്റേ റിസ്വാൻ കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു, അല്ല എന്നോടല്ല പൊതുവെ ചോദിച്ചിരുന്നു, പോഡ്കാസ്റ്റ് എന്റെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കണം എന്തുകൊണ്ടാണെന്ന് ഒരു ചോദ്യം. ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം എന്നെ അറിയുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയാം, അല്ലെങ്കിലും പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആരും മലയാളി, അല്ലെങ്കിൽ എൻ്റെ ഒരു മലയാളത്തിന്റെ ഒരു സ്ലാങ്ങിന് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോ വാട്ട് ഇസ് ദ പ്രോബ്ലം ഇൻ ദാറ്റ്? അതൊരു പൊതുവെ ഞാൻ ഫേസ് ചെയ്യാറ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി അത് ആ ഒരു ക്വസ്റ്റ്യൻ ഫേസ്, ഇപ്പൊ ഞാനൊരു മലയാളത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു ലാംഗ്വേജിന്റെ കാര്യം പ്രശ്നമുള്ള ആൾക്കാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. കുറെ പേര് കുറെ രീതിക്ക് ആ ഒരു ലാംഗ്വേജിന്റെ കാര്യം കുറിച്ച് കേൾക്കുമ്പോൾ പ്രശ്നം വരാറുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ലിറ്ററലി ചൈൽഡ്ഹുഡിലൊക്കെ ആ ഒരു പ്രശ്നം കുറച്ച് നല്ലോണം ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനോട് ഞാനിപ്പോ ഈ കാണുന്ന പോലും അല്ലട്ടോ, എന്റെ ഒരു അപ് ടു ആ ചൈൽഡ്ഹുഡൊന്നും അങ്ങനെയേ അല്ലായിരുന്നു. അപ്പൊ എനിക്ക് ജസ്റ്റ് ആ ഒരു കാര്യം ആൾക്കാരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഈ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം
അല്ല ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കൊരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. അല്ലാതെ അതിനകത്ത് ആ ഒരു സ്ലാങ് ശരിയാണോ, ആ ഗ്രാമർ ശരിയാണോ, അല്ലെങ്കിൽ ലിറ്ററലി ഒക്കെ ശരിയാണോ, അത് നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാവാത്ത ആൾക്കാർ ഒരിക്കലും തിരിച്ചു പറയില്ല. എന്തെങ്കിലും ഒരു കൈൻഡ് മനസ്സിലാക്കിയാലേ അയാൾ തിരിച്ച് എന്ത് ചെയ്യുന്നോട് പറയത്തുള്ളൂ. സോ ആ ഒരു എനിക്ക് എന്റെ കുറെ ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ പേടിച്ച് അകത്ത് പോയി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ആൾക്കാർ പറയുന്നൊന്നും മനസ്സിലാവത്തില്ല. ആ ഒരു കൈൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെ എന്റെ ഒരു എയിം ഓഫ് ദ ഡേ അല്ലെങ്കിൽ എയിം ഓഫ് ദ ലൈഫ് പറഞ്ഞത് അങ്ങനെ ആയിപ്പോയി. അതായത് എനിക്ക് സംസാരിച്ചിട്ട് എന്തായാലും ആൾക്കാർ എന്തെങ്കിലും എത്തിക്കണം. ആൻഡ് അതിനൊപ്പം തന്നെ എനിക്ക് പിന്നെ എപ്പോ ചോദിച്ചാലും ഒരു ഈ ഐക്യൂന്റെ ഒക്കെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഞാനൊരു സ്ലോ ലേണിംഗ് കാറ്റഗറി എന്നെ ഒരു ഇതുണ്ട്, അതിന് അണ്ടറിലായിരുന്നു. സോ അതിനർത്ഥം ഈ സ്ലോ ലേണിംഗ് അണ്ടറിലെ ആൾക്കാർക്ക് ഞാനും ആ ടൈമിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് മാറില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും, അതെനിക്ക് ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്ത് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അത് കാരണം അക്കാഡമിക്സ് എന്റെ വിചാരം അക്കാഡമിക്സ് മാത്രമാണ് ഒരു മിന്നി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത്. പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. നമ്മളാ ഈവൻറ്റോ ഞാൻ നല്ല ഒരു കാര്യത്തിനാണോ ആ സൈക്കോളജി എടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ ഒരു സബ്ജക്റ്റിന് എടുത്തപ്പോ. അങ്ങനെ ഇല്ല, ലാംഗ്വേജോ അല്ലെങ്കിൽ സ്ലോ ലേണിംഗ് കാറ്റഗറി എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ വിചാരിക്കണം. ആൾക്കാരിങ്ങനെ പലതും പറയും, ആൾക്കാർ എന്ത് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നമുക്ക് പലതും ചെയ്ത് കാണിക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ബാക്കി ആളെ ഹേർട്ട് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്, ഹേർട്ട് ചെയ്യാത്ത രീതിക്ക് നമുക്കൊരു സിമ്പിൾ വേ അതിന് ആ ഒരു മാർഗമായിരുന്നു ശരിക്കും ഒരു ബിഹൈൻഡ് റീസൺ ഒക്കെ ചോദിച്ചാൽ ഈ പോഡ്കാസ്റ്റിന്റെ ഒരു കാര്യം. സോ വിന്നിന്റെ ഒരു ഒരു വിജയം കാര്യം ചോദിക്കുന്നത് അത് ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഗോൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ ഗോളും എല്ലാവരും പറയാനും പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരും അറിയിക്കണം എന്ന് നമുക്ക് ഉണ്ടാവില്ല. സോ അത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വി ആർ മൂവിങ് ടു ദാറ്റ് ഗോൾ. സോ എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ ഒരു ബേസിക് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ പല കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഇതില് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അതില് ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിന് പെർസീവ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ അങ്ങനെ നമുക്ക് ഈവൻ സ്മോൾ ഗോളും വെക്കാം, ലോങ് ഗോളും വെക്കാം. സോ ഏതിലായാലും നമ്മൾ വർക്ക് ചെയ്യണം പീസ്ഫുൾ ആയിട്ട്, ആൾക്കാർ ഹേർട്ട് ചെയ്യാത്ത രീതിക്ക് നമ്മൾ നല്ല രീതിക്ക് പോകണം. ദാറ്റ്സ് ഇറ്റ്. സോ എനിക്ക് അതായിരുന്നു പറയാൻ വിചാരിച്ചൊരു പോയിന്റ്. Okay, so one last question to everyone. Okay, so what is your biggest win till now? ഇതുവരേക്കും ഉള്ള ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വിൻ ഉള്ളത് എന്താണ്? ആരാദ്യം പോന്നു പൊക്കളോ, ഞാൻ ലാസ്റ്റ് പോകുന്നുള്ളൂ. ആക്ച്വലി എന്റെ അടുത്ത് ചോദിച്ച ടു ബി കുറച്ച് കോമഡി അല്ല, കുറച്ച് ഒരു കൈൻഡായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഡിഗ്രി സൈക്കോളജി എടുത്തെന്ന് പറഞ്ഞല്ലോ. ആക്ച്വലി ആ ഡിഗ്രി സൈക്കോളജി 3 years ആണല്ലോ, റെഗുലറായി നോക്കിയാൽ 3 years ആണ്. എന്റെ പക്ഷെ സം ഇഷ്യൂസ് കാരണം എനിക്കത് 2 years കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തത് ആ ഒരു ഡിഗ്രി പറയുന്നത്. ആക്ച്വലി മിന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നി, ഞാൻ എന്റെ ഒരു ഇഷ്ടപ്രകാരമാട്ടോ ഡിഗ്രി സൈക്കോളജിക്ക് എത്തിയത്. പാരന്റ്സ് ചോദിച്ചിരുന്നു പറ്റൂന്നൊക്കെ, അപ്പൊ ഞാൻ ഇല്ല, ഞാൻ എന്തായാലും ചെയ്യും, ഡിഗ്രി എന്തായാലും ചെയ്യും, അതും സൈക്കോളജി തന്നെ പറഞ്ഞു. സോ അത് കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് പിന്നെ ആ ഒരു 2 years വരെ ബിഗ് ചാലഞ്ച് ആയിപ്പോ. എന്തായാലും ഞാനും എന്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുകയും ചെയ്തു. എന്റെ ഒരു കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് സൈക്കോളജിയുടെ ഇഷ്ടം ഒരിക്കലും പോകുന്നുമില്ല. സോ വൈ എനിക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റാത്തതുണ്ടായിരുന്നു. സോ മേ ബി പാരന്റ്സിന്റെ ഒക്കെ കുറച്ച് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഡിപ്രഷനോ ആ ഒരു ഇത് അവരൊരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും ആ ഒരു വേർഡ് എന്നോട് പറഞ്ഞതില്ല. പക്ഷെ അവർ പറഞ്ഞില്ലെങ്കിലും എനിക്കകത്തൊരു ഉണ്ടായിരുന്നു, ഓ നമ്മൾ വെറുതെ എടുത്തു, ചെയ്യാൻ പറ്റിയില്ല. സോ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇല്ല, നമുക്ക് എന്തായാലും എടുത്തു, എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിപ്പോ അക്കാഡമിക് എന്നൊന്നുമില്ല, സൈക്കോളജി എന്ന സബ്ജക്ട് നമുക്ക് എങ്ങനെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പലതും ഇപ്പൊ സൈക്കോളജി ഞാൻ ഇപ്പൊ ശരിക്കും ഇപ്പൊ ലാസ്റ്റ് TTC ആണ് ചെയ്തത്. അപ്പൊ അത് ഇല്ലെങ്കിലും എനിക്ക് ആ ഡിഗ്രി കഴിഞ്ഞ് കിട്ടിയപ്പോ സത്യം പറഞ്ഞ എന്റെ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ബിഗ് വിന്നിനായിട്ട് എനിക്ക് തോന്നി. കാരണം
അപ്പോഴാണ് ശരിക്കും എനിക്ക് എന്റെ കുറെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായത്. അക്കാഡമിക്കിലും എങ്ങനെയാണ് എന്റെ ഒരു വീക്ക്നെസ്, എവിടെയാണ് എന്റെ പോരായ്മകൾ, എവിടേക്കാണ് ശരിയാക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ശരിക്കും അത് കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. സോ അതിന്റെ ഒപ്പമാണ് അത് ആ ഒരു ഫ്ലോയിലാണ് ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഞാൻ എത്തിയതും എന്നും പറയാം. സോ ഐ തിങ്ക് ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ അത് നിന്ന് പോയി വിചാരിച്ചിട്ട് നമുക്കൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മൈൻഡ് സെറ്റ് ആക്കി എടുക്കണം. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ഐ നോ, ബട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതാണ് തോന്നിയത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞപ്പോ മൈ ബിഗ് വിന്നിങ് എന്ന് പറയാം. കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയത്ത് എനിക്ക് പോഡ്കാസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് മലയാളത്തിലെ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് ഫഹേന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കുറെ പോഡ്കാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മീറ്റ്. അത് കണ്ട സമയത്ത് എനിക്ക് ആ സമയത്ത് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്ങനെ എന്നൊന്നും യാതൊരു പിടുത്തവുമില്ല. അപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു അത് കണ്ടപ്പോൾ. കാരണം മലയാളത്തിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട്, ആർക്കും വേണമെങ്കിൽ ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാര്യമാണല്ലോ പോഡ്കാസ്റ്റ്. സോ എനിക്കും അങ്ങനെ തുടങ്ങണം, ഇവരെ പോലെ എന്തെങ്കിലും ഒരു മീറ്റിംഗിൽ എനിക്കും പോയി പങ്കെടുക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. കൃത്യം ആഫ്റ്റർ എക്സാക്ട് 1 year ഞാനിപ്പം ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ളൊരു മീറ്റിംഗ് തന്നെയാണ്. സോ അതൊരു വിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അഗെയിൻ ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് മൈ ബിഗസ്റ്റ് വിൻ, ഐ വുഡ് സേ ഇറ്റ് ഇസ് യെറ്റ് ടു കം. ബിക്കോസ് ഞാൻ ഈവൻ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ഉള്ളൊരു വ്യക്തി ആയിരുന്നില്ല ഞാൻ. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ എക്സ്പെക്ടേഷൻസ് കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ കൊണ്ട് അത് പറ്റുമോ എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്കും നല്ലതാണോ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പൊ റിസ്വാനെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ പറയാം, റിസ്വാനെ പോലൊന്നും ഒരിക്കലും ഞാൻ ആവത്തില്ല എന്ന് ഞാൻ പറയത്തുണ്ടായിരുന്നത്. സോ പക്ഷെ ഇപ്പം ഐ ആം വെരി കോൺഫിഡൻറ്റ്. എനിക്ക് ഐ നോ ഐ ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് മൈ ലൈഫ്. ഐ നോ ഐ ക്യാൻ അച്ചീവ് എ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് മൈ ലൈഫ്. ആ ഒരു കോൺഫിഡൻസിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ബിഗസ്റ്റ് വിൻ ഐ എം ഷുവർ ഇറ്റ് ഇസ് യെറ്റ് ടു കം ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. എന്റെ ബിഗ്ഗസ്റ്റ് വിൻ ഞാൻ പഠിച്ച കാര്യങ്ങളും എന്റെ ബിഗ്ഗസ്റ്റ് വിൻ ആൻഡ് വാട്ട് ഹെൽപ് മീ ടു സ്റ്റാൻഡ് അപ്പ്. ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ പഠിച്ചിട്ടുള്ള കാര്യം അതാണ്. ജസ്റ്റ് സ്റ്റാൻഡ്. നമ്മൾ എന്തൊക്കെ ഉണ്ടായാലും സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ഞാൻ ആ ഒരു ലെസൺസ് മേ ബി എന്റെ ഫെയിലിയേഴ്സും ലോസും ട്രബിൾസും എല്ലാം കൊണ്ടും വന്നിട്ടുള്ള ഒരു പാഠമാണ്. സോ ആ എണീറ്റ് നിൽക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്, അത് തന്നെയാണ് എന്റെ ബിഗ്ഗസ്റ്റ് വിൻ. കാരണം എനിക്ക് ഇപ്പോഴാണെങ്കിലും ആദ്യമാണെങ്കിലും ഇഷ്യൂസ് ഇല്ലാതെ ഇല്ല. പക്ഷെ ഇഷ്യൂസ് ഉണ്ടാവും, ആൻഡ് യു ആർ ഡൗൺ ആൻഡ് യു ആർ ഡിപ്രസ്ഡ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് എണീക്കാനുണ്ട്. സോ ആ എണീറ്റ് നിൽക്കാനുള്ള ആ എബിലിറ്റി തന്നെയാണ് എന്റെ ബിഗ്ഗസ്റ്റ് വിൻ. ഐ സ്റ്റിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. സോ മേ ബി മൈ ലോസസ് ആർ മൈ ബിഗ്ഗസ്റ്റ് വിൻ. അതിൽ നിന്ന് പഠിച്ച് എണീറ്റ് നിൽക്കാനുള്ള, ഞാനിപ്പോഴും എല്ലാവരോടും പറയുന്നല്ല, എന്ത് ഇഷ്യൂ ഉണ്ടായാലും നത്തിങ് ദാറ്റ് ക്യാൻ കിൽ യു. എന്തായാലും ലാസ്റ്റ് നമുക്ക് എണീറ്റ് എന്നേ പറ്റുള്ളൂ, ജീവിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. സോ ആഫ്റ്റർ 5 or 6 years ഇന്നത്തെ ട്രബിൾസ് ഒന്നും അന്ന് ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി സം മേ ബി ട്രേസ്, ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ. സോ സ്റ്റാൻഡ് അപ്പ്. ഇപ്പൊ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും സ്റ്റാൻഡ് അപ്പ്. അന്ന് നമ്മൾ പുറകോട്ട് ആലോചിച്ച് നിൽക്കുമ്പോൾ അന്ന് നമ്മൾ ആലോചിക്കണം, അന്ന് ഇത്രയും ഉണ്ടായിട്ട് നിന്നിട്ടും ഐ സ്റ്റുഡ്, എണീറ്റ് നിന്നുള്ളത്. സോ അതായിരിക്കും മൈ ലെസൺസ് ടു സ്റ്റാൻഡ് അപ്പ്. അതായിരിക്കും എന്റെ ബിഗ്ഗസ്റ്റ് വിൻ. ഞാൻ ഈ ഒരു എപ്പിസോഡിന് എന്തെങ്കിലും ഒരു കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി റിമെമ്പർ അബൌട്ട് ദിസ്, ലൈക്ക് ടു സ്റ്റാൻഡ് അപ്പ്. ലിറ്ററലി എൻ്റെ ലൈഫിലും എനിക്കുണ്ടായിട്ടുള്ള ലൈക്ക് എൻ്റെ ബിഗ്ഗസ്റ്റ് വിൻ എന്നുള്ളതും ആക്ച്വലി അത് തന്നെയാണ്. ബിക്കോസ് ഞാൻ ആക്ച്വലി ലൈക്ക് നമ്മളെന്താ പറയാ, ഞാൻ മെന്റലി സ്ട്രോങ് ആയിരുന്നു, ബട്ട് ഐ വാസ് നോട്ട് ലിവിങ് മൈ ഫുള്ളസ്റ്റ് ലൈഫ്. ഓക്കെ, ലൈക്ക് ഐ വാസ് നെവർ ഡൂയിങ് തിങ്സ്, ലൈക്ക് ഓൾവേസ് ഡൂയിങ് തിങ്സ് ദാറ്റ് ഐ റിയലി വാണ്ടഡ് ടു ഡു. ബട്ട് ഞാൻ കഴിഞ്ഞ ലൈക്ക് 2020 December 31st അതാണ് ആക്ച്വലി മൈ ലൈഫ് ചേഞ്ചിങ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ്ലി ആരെന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഫസ്റ്റ് ഒരു കാര്യം ചെയ്തു, ആൻഡ് അത് തുടർന്ന് അങ്ങോട്ട് പോയി. സോ ഐ ആം ലിറ്ററലി എല്ലാ ദിവസവും ഞാൻ എന്താ പറയുക, ലൈക്ക് ഐ ആം ജസ്റ്റ് ബീയിങ് മൈ സെൽഫ്, ലിവിങ് മൈ ഓൺ ലൈഫ്, ആൻഡ് I don't really care about what others think, and that is really my biggest win. ഇപ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ ഞാൻ അത് പോയി ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യില്ല. അത് ഞാനവിടെ മുഖത്തോക്ക് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതും ഇപ്പൊ ഒരു പേടിയില്ലാത്ത അവസ്ഥയിലാണ്. സോ ദാറ്റ് ഫ്രീഡം, അത് തന്നെയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് വിൻ. ഐ വിൽ ഷോ അപ്പ് എവറി ഡേ. സോ അപ്പൊ അതൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദിസ്. ലൈക്ക് ഇതുവരെ എന്ത് പറഞ്ഞിരുന്ന ലൈക്ക് ഐ ഡോണ്ട് നോ, പല കാര്യങ്ങളും ഭയങ്കര റിലേറ്റബിൾ ആണ്.
കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറെ കാര്യങ്ങൾ ലിറ്ററലി എനിക്ക് ഉറപ്പാണ് ഇത് ആര് കേട്ടിരുന്നാലും പല കാര്യങ്ങളും ഇതിൽ കണക്ട് ചെയ്യാനും തുറന്നങ്ങോട്ട് പോകാനും പറ്റും. സോ എനിക്കൊന്നും ഒരു അധികം എന്തോ പറയാനുള്ള പരിപാടിയിലാണല്ലോ. ആക്ച്വലി റിസ്വാൻ ബ്രോനോടാണ് എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. ഡിപ്രഷൻ എന്ന ലാസ്റ്റ് എപ്പിസോഡില്ലായിരുന്നോ ബ്രോന്റെ? അതില് ബ്രോ ലാസ്റ്റിലേക്ക് ആകുമ്പോ പറഞ്ഞു ദാറ്റ് ഡിപ്രഷൻ ആണ് വിചാരിച്ചിട്ട് ഞാൻ കുറെ ഗൂഗിളൊക്കെ ചെയ്തു ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഡിപ്രഷൻ അല്ലായിരുന്നു, തെറാപ്പിസ്റ്റ് പറഞ്ഞു. സോ അത്രയും കാലം ഡിപ്രഷൻ ആണ് വിചാരിച്ചിട്ട് വെൻ തെറാപ്പിസ്റ്റ് ടെൽ ദിസ് ഓൺ ഡിപ്രഷൻ എന്നെ പറഞ്ഞപ്പോ ശരിക്കും എന്തായിരുന്നു ബ്രോന്റെ അവസ്ഥ? അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നൈസേഷൻ, ഓ ഇറ്റ് ഈസ് നോ, ഞാൻ വിചാരിച്ച രീതിക്കേ അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ അല്ലായിരുന്നു എന്റെ ഒരു ഇത് കാര്യം എന്ന് പറഞ്ഞപ്പോ റെക്കഗ്നൈസേഷൻ കിട്ടിയപ്പോൾ എന്തായിരുന്നു ബ്രോന്റെ ഫീലിങ്സ്? ആക്ച്വലി സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് സങ്കടം എന്തിനാ വെച്ചാല് ഞാൻ പലപ്പോഴും നമ്മള് ഇങ്ങനെ ഉണ്ടാവില്ലേ, കിട്ടേണ്ട ഒരു സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ലൈക്ക് ബിക്കോസ് ഞാനിത് മുന്നേ ഇത് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ, അല്ലെങ്കിൽ എന്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ എന്നുള്ള രീതിയിലൊരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാല് ലൈക്ക് എനിക്കതല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു രീതിയിലുള്ള ലൈക്ക് എന്റെ കുറെ ഡൗട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റീസ് ആവാം നമ്മുടെ ഒരു പുൾ ബാക്ക് ചെയ്യുന്നൊരു സംഭവം. അപ്പം അത് ഇനി ഇല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ലൈക്ക് ആ ഒരു ഇത് പറയുന്നതിന് മുന്നേ ഒരു 3-4 months ഞാൻ ആ തെറപ്പിസ്റ്റിന്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി 2-3 പ്രാവശ്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡെയിലി ലൈക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു. എൻ്റെ ഇന്റർപേഴ്സണലി ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഐ വാസ് ലൈക്ക് മോർ പീസ്ഫുൾ ആയി മാറുന്നുണ്ടായിരുന്നു. അപ്പൊ ഫൈനലി ആ ഒരു സ്റ്റേജിൽ എന്താ പറയാ, ഇതൊന്നല്ല സംഭവം ഉണ്ടായിരുന്നത്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ പോയാൽ മതി ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ലൈക്ക് ഹൈ എന്താ പറയുക എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്ര മോശമായിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ആക്ച്വലി ആ ഒരു ഫീലിംഗ് തന്നെ ആയിരുന്നോന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ ചോദിച്ചത്. ആക്ച്വലി യുനോ പല ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സൈക്കോളജിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ട് അവയർനെസ് ഇല്ല. സോ പല ആൾക്കാരും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പല രീതിക്കുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഓൺലൈനും കൂടെ ഒക്കെ ആയിക്കൊണ്ട് യുനോ പീപ്പിൾ ആർ ഗോയിങ് ലൈക്ക് ദാറ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പോയിന്റ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ തോന്നിയത്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അറിയുന്നതും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല പല പ്രശ്നങ്ങളും യുനോ യു ഷെയർ ചെയ്ത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം റിസ്വാന് ഒരു സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയത്. ആൻഡ് നെവർ പീപ്പിൾ ഡു ലൈക്ക് ദാറ്റ്. ഈ ഒരു നമ്മുടെ നെഗറ്റീവ് വെർഷൻ ഒരിക്കലും ആരെന്ത് ചോദിച്ചാലും പുറത്തേക്ക് പറയില്ല. സോ ഈ ഷെയർ ചെയ്യാനും ഈ കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ ആ ഒരു തെറാപ്പിസ്റ്റിന്റെ ഒരു പ്രസൻസ് കാരണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരെ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു ഞാൻ ബ്രോനെ വിളിക്കുകയും ചെയ്തു ആ ഒരു എപ്പിസോഡ് കേട്ട്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിപ്പോയി ആ ഒരു എപ്പിസോഡിന് ശേഷം. കാരണം ആ ഒരു എനിക്കും ആ ഒരു പാഷനിലേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും മേ ബി എനിക്ക് കുറച്ചും കൂടി ആ ഒരു കണക്ഷൻ കിട്ടിയത്. അതായത് ചോദിക്കാനും ഒരു കാര്യം. ഓക്കെ, സോ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ലൈക്ക് ഇത് നമ്മളോട് ആരോടല്ല, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു കാര്യം, ഞാൻ എല്ലാവരും പറയാറുണ്ട്, നമ്മൾ ഓരോരുത്തർക്കും ലൈഫിൽ പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഇനി 21 years ആണെങ്കിലും 30 ആണെങ്കിലും 50 ആണെങ്കിലും ഓരോരുത്തർക്ക് യൂണീക്ക് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് നമ്മൾ ആരോടെങ്കിലും ഒരാളോട് ഷെയർ ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ഓരോ എക്സ്പീരിയൻസിനും പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഞാൻ ആ ഒരു ലൈക്ക് ഞാനൊരു കോണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും കോണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും നമുക്ക് ശേഷം കിട്ടുന്ന ഫീഡ്ബാക്സിൽ പറയാറുണ്ട്, ഇന്ന കാര്യം എനിക്ക് റിലേറ്റബിൾ ആണ്, ഇത് യൂസ്ഫുൾ ആയെന്നുള്ളത്. ആ ഒരു സംഭവം എന്നുള്ളതുണ്ടല്ലോ, അത് ലിറ്ററലി നിങ്ങളുടെ മാത്രമല്ല പലരുടെയും ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് മീഡിയം എന്നുള്ളത് പോഡ്കാസ്റ്റ് ആണ്. അപ്പം ആരെങ്കിലും ഒരാൾ എപ്പിസോഡ് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൊരു വേർത്തി ആയിട്ട് ആയിരിക്കും ഒരാൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് പുറത്ത് കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു മീഡിയത്തിൽ, ലൈക്ക് പോഡ്കാസ്റ്റിനാവണമെന്നില്ല, പ്രിഫറബിളി പോഡ്കാസ്റ്റ് എന്നുള്ളത് ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ള മീഡിയ ആണ്. കാരണം നിങ്ങൾക്ക് ഇനി വീഡിയോ എന്നുള്ളത് നിങ്ങളുടെ ഫേസ് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ എന്നുള്ളത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള മീഡിയ ആണ്. പുറത്ത് കൊണ്ടുവരിക. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു എപ്പിസോഡ് ചെയ്തിട്ട് ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു 11 പേര് എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ലിറ്ററലി 11-ലധികം പേര് എനിക്ക് ആ എപ്പിസോഡിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ 2 ദിവസം മുന്നേ
ഒരു ഫാമിലി ഫംഗ്ഷന് പോയിട്ട് ഫുൾ തളർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. ഒരു സിംഗപ്പൂർ കോളാണ്, എനിക്കറിയില്ല ആരാ സംഭവം എന്നുള്ളത്. ആ കോള് വന്നിട്ട് ഞാൻ എടുത്തിട്ട്, ഡ്രൈവിങ്ങിലായിരുന്നു, ഞാൻ എടുത്തിട്ട് പറഞ്ഞു ലൈക്ക് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഉണ്ട്, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് സംസാരിച്ചു. സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ എനിക്ക് വിളിച്ചാണ്, ലൈക്ക് കോൾ ചെയ്തതാണ്. ഞാൻ ഈ ഒരു എപ്പിസോഡ് കേട്ടു, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര റിലേറ്റഡ് ഉള്ള ഒരു കണ്ടന്റ്, എനിക്ക് വിളിക്കണം എന്ന് തോന്നി. ഞങ്ങൾ കുറേ സംസാരിച്ചു. ആൻഡ് ഇപ്പം 2-3 ദിവസമായിട്ട് ഞങ്ങളിപ്പം എന്തല്ല, എനിക്ക് ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്, എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നു. ലിറ്ററലി 11-ലധികം പേര് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചെറുതാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആക്ച്വലി പലതും ചെറുതല്ല. പല കാര്യങ്ങളും പലർക്കും പല രീതിയിലും ഹെൽപ്ഫുൾ ആയി തോന്നും. സോ ദിസ് ഈസ് എ സ്മോൾ പ്ലഗ്. ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ബി എ പോഡ്കാസ്റ്റർ, പുട്ട് ഇറ്റ് ഔട്ട്, പുറത്തു കൊണ്ടുവരിക, പറയാനുള്ള കാര്യങ്ങൾ പറയാം. കാരണം വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു ചെറിയൊരാളല്ല. ലൈക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാണ്ട് നിങ്ങൾക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി, ലൈക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം ഉണ്ടാകട്ടെ അല്ലെ. സോ ഇനിയും ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സോ വൺസ് അഗെയിൻ ലാസ്റ്റ് ആയിട്ട് താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ലൈക്ക് ജോയിനിങ് ടുഡേ. മാത്രമല്ല എനിക്ക് ഉറപ്പാണ് ഓരോരുത്തരുടെ ലൈക്ക് ഇതിലിപ്പോൾ 3 പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. ലൈക്ക് ഹൈദേഴ്സ് ഹൗസ് ഉണ്ട്, ഒരു പോഡ്കാസ്റ്റ് ആണ്. ബ്ലൂബെറി ബ്ലോഗ് ഉണ്ട്, ഫ്രീ ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഉണ്ട്. പേഴ്സണലി ഞാൻ കേൾക്കുന്ന 4 പോഡ്കാസ്റ്റ് ആണ്. ഞാൻ എല്ലാ എപ്പിസോഡും കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫ്രീ ടോക്സ് കേട്ടിട്ടുണ്ട്, ബ്ലൂബെറി ബ്ലോഗ് കേട്ടിട്ടുണ്ട്. ബട്ട് ഹൈദേഴ്സ് ഹൗസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടത്. ബട്ട് എല്ലാ എപ്പിസോഡും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഞാൻ പല കാര്യങ്ങളും പലയിടത്തും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ എപ്പിസോഡ് കേൾക്കുമ്പോഴും ഞാൻ നോട്ട്സ് പലപ്പോഴും എഴുതി വെക്കാറുണ്ട്. മാത്രമല്ല ഓരോ കോണ്ടന്റ് പല സമയത്തും കോണ്ടന്റ് ഒരു ഇൻസ്പിറേഷനോ ആയിട്ട് മാറാറുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആരും പറഞ്ഞു കൊടുക്കാറുമില്ല. ആൻഡ് ഐ തിങ്ക് ഇത് പലർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദിസ്. And I know how difficult it is, and thank you so much for showing up every single time, every single week, maybe like monthly or whatever it is. And thank you so much for creating a change. As a listener, I'm very grateful to hear all your podcast. And I don't know how എത്രത്തോളം നന്ദി പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ലിറ്ററലി ചില ദിവസങ്ങളിൽ ഒന്നും ലൈക്ക് ഇന്നലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു വർക്കും ചെയ്തിട്ടില്ല. ലൈക്ക് ഇന്നലെ ഞാൻ ലീവ് എടുത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു ഈവനിങ് വരെ. അതിനുശേഷം എനിക്കൊരു ബൂസ്റ്റ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വൺ ഓഫ് യു പോഡ്കാസ്റ്റ്. ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല, ഞാൻ എപ്പിസോഡ്സ് കേട്ടിട്ടുണ്ട്. സോ അതാണ് ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, if you can create something, and I'm very grateful for that, all of you doing that, keep doing it. Thank you so much for എൻ്റെ ഈ ഇളയ ക്ഷണം ലൈക്ക് സ്വീകരിച്ചിട്ട് ഈ ഒരു പോഡ്കാസ്റ്റിന് ഭാഗമായതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ പറയാണ്. സോ ഫൈനലി നിങ്ങൾക്ക് എൻ്റെ ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ please go on. First, thank you for having us. ഇവിടെ എല്ലാരും കൂടെ നമ്മളെല്ലാരും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരായിട്ട് സൂമിൽ ഇതുവരെയൊക്കെ ഞാൻ ഇരുന്നില്ല. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് സൂം സെഷൻ വിത്ത് ദ പോഡ്കാസ്റ്റർ. സോ ബിഗ് താങ്ക് യു ഫോർ ദാറ്റ്. സോ ഇതിൽ വന്നതിൽ ഐ എം സോ ഹാപ്പി ടു ഷെയർ തിങ്സ്, എല്ലാവരും ഒന്ന് നെറ്റ്വർക്ക് ചെയ്യാനും. സോ ബിഗ് താങ്ക്സ് ടു യു. പിന്നെ പോഡ്കാസ്റ്റ് ലിസണേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദ സെയിം തിങ്. ജസ്റ്റ് നമ്മുടെ ആ സ്പീച്ചിൽ അയാള് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻഡപ്പ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെയേറെ സന്തോഷം. ആദ്യം റിസ്വാൻ ബ്രോയോട് തന്നെ ഞാൻ പറയാം. കാരണം ഈ ഒരു ഹോസ്റ്റ് ചെയ്യാൻ ഡിസിഷൻ എടുത്തൊരു റിസ്വാൻ ബ്രോ ആണ്. അപ്പൊ റിസ്വാൻ ബ്രോനാണ് ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. ആൻഡ് ഞാൻ ഇങ്ങനെ റിസ്വാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്, ഇങ്ങനെ എപ്പിസോഡ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ എന്തൊക്കെ പറയേണ്ടി വരും, പറയേണ്ടി വരുന്നല്ല, സോ വാട്ട് കൈൻഡ് ഓഫ് കാര്യം പറയും. മറ്റേ നമ്മൾ എപ്പിസോഡൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് ഒക്കെ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അങ്ങനെ പറയുന്ന ഒക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷെ ഇത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത പോലും ആയിരുന്നില്ല. പക്ഷെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ എനിക്ക് പോകാൻ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാ കേട്ടത്. സോ ഞാനിങ്ങനെ വിചാരിച്ചു, ബ്ലൂബെറി ഹൈദരാബാദിനും റിസ്വാൻ ബ്രോനൊക്കെ കൂടെ സംസാരിക്കുന്നത്, അപ്പൊ നമ്മൾ അലമ്പാവാറെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാ. പിന്നെ മനസ്സിലായി അങ്ങനെയൊന്നും നമുക്ക് ഫ്രീ യുവർ സെൽഫ്. അതുകൊണ്ട് ഞാൻ എന്റെ എന്താ പറയാ ഈ പോഡ്കാസ്റ്റിന്റെ പേര് വെറ്റാൻ തന്നെ മെയിൻ കാരണം അതുകൊണ്ട്. നമ്മള് ആരാണോ എങ്ങനെയാണോ ഇപ്പൊ നമ്മള് വീക്ക്നെസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷോ ടു ദാറ്റ്. നമ്മള് ഹൈഡ് ചെയ്യാതെ ജസ്റ്റ് ഷോ എവറിത്തിങ് ടു പീപ്പിൾ. ആൾക്കാർ ഒരിക്കലും നമ്മള് ജഡ്ജ് ചെയ്യില്ല. ഈ ജഡ്ജ് ചെയ്യുക പറഞ്ഞാൽ തന്നെ പലപ്പോഴും നമ്മൾ പലതും കാണിക്കാതിരിക്കുന്നു. സോ ഡു നോട്ട് ഡു ദാറ്റ്. ഞാൻ എന്റെ എപ്പോഴും ഒരു കോട്ട് ഞാനത് പറഞ്ഞില്ല, പക്ഷെ എന്റെ അകത്തുള്ള ഒരു കോട്ട് അതാണ്. സോ അതിവിടെ പറയാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. ടു ലിസണേഴ്സ് ഞാൻ പറഞ്ഞ ഈ കോട്ട് തന്നെയാണ്, ബി യുവർ സെൽഫ്. എന്തായാലും പോസിറ്റീവ് ആയാലും വീക്ക്നെസ് ആയാലും
ആൻഡ് താങ്ക് യു ബ്ലൂബെറി. എനിക്കും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റിസ്വാൻ ബിഗ് താങ്ക്സ്. ബിക്കോസ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന 3 പോഡ്കാസ്റ്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഹൈദറിന്റെ എപ്പിസോഡ്സ് ആണെങ്കിലും, ആൻഡ് ഹൈദർ ഇസ് ആക്ച്വലി എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആണ് ഇപ്പൊ നമുക്കിടയിൽ. മലയാളി ക്ലബ് ഇപ്പോൾ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മലയാളിയാണ് ഹൈദർ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൂടെ ഇങ്ങനെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാൻ പറ്റി. ആൻഡ് രാധിയും ഞാനും കൂടെ ആക്ച്വലി ഒരു കൊളാബ് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും ഇങ്ങനെയാണെങ്കിലും ഈ ഒരു റിസ്വാനിലൂടെ തന്നെ അതും സാധിച്ചു. ആൻഡ് റിസ്വാൻ, ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല അഗെയിൻ, ഞാൻ നോക്കി കാണുന്ന പോഡ്കാസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് റിസ്വാന്റെ ദ മല്ലു ഷോ എന്ന് പറയുന്നത്. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ റിസ്വാൻ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് യുവർ വേ ഓഫ് പ്രസന്റേഷൻ ആൻഡ് എനിക്ക് റിസ്വാന്റെ ആർട്ട് വർക്ക് ആൻഡ് ലോഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ റിസ്വാനിൽ നിന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് മേ ബി എന്താ പറയാ, ഞാൻ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഐ എം ലേണിംഗ് എ ലോട്ട് ഫ്രം യു. സോ ഇത്രയും എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇങ്ങനെ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിന് ഐ എം വെരി ഹാപ്പി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. രാധി പറഞ്ഞ പോലെ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് വന്ന് സംസാരിക്കുക എന്നൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് യു മെയ്ഡ് ഇറ്റ് സോ ഈസി ഫോർ ഓൾ ഓഫ് us. So thank you so much. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ കൈൻഡ് വേർഡ്സ്. എല്ലാവരും പരസ്പരം ഞാനും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓരോ എപ്പിസോഡും ഓരോ ഇറങ്ങുമ്പോഴും ഓരോരുത്തരും പല കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ലെറ്റ്സ് ഓൾ ഗ്രോ ടുഗെദർ. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ എന്താ അറിയില്ല, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി. മോർ ദാൻ 100 പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും പരസ്പരം ഒരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, ഗ്രോ ചെയ്യുക. അത് തന്നെയാണ് ഇന്നലെ 2 ദിവസം മുന്നേ പോലും നമ്മുടെ ഓൺലൈൻ മീറ്റിംഗിലും പറഞ്ഞത് തന്നെയാണ്, ലെറ്റ്സ് ഗ്രോ ടുഗെദർ. സോ എല്ലാവരുടെയും പോഡ്കാസ്റ്റ് 3 പോഡ്കാസ്റ്റിന്റെ ഹൈദേഴ്സ് ഹൗസ്, അതേപോലെ തന്നെ ബ്ലൂബെറി ബ്ലോഗ്, അതേപോലെ തന്നെ ഫ്രീ ടോക്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ഒരു പോഡ്കാസ്റ്റിനുള്ള ആശയം പുതുതായിട്ട് ഒരാളിലേക്കെങ്കിലും നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൂടി ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. മാത്രമല്ല September 30 ഇന്റർനാഷണൽ പോഡ്കാസ്റ്റേഴ്സ് ഡേ ആണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 29 രാത്രി ഒരു പബ്ലിക് ഇവന്റ് ഉണ്ട്. അതായത് ഇന്ന് ഇപ്പോൾ 29 ആയിരിക്കും എപ്പിസോഡ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് രാത്രി എപ്പിസോഡ്സ് ഇവന്റ് ഉണ്ട്. എന്തായാലും പബ്ലിക് ഇവന്റ് ആണ്. ബട്ട് നിങ്ങൾക്ക് ടിക്കറ്റ്സിന്റെ ആവശ്യമുണ്ട്. ടിക്കറ്റ്സ് ഫ്രീ ആണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് DM ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ ലിസണിങ് ഇൻ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. ടേക്ക് കെയർ, ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. മലയാളി പറക്കട്ടെ ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗെദർ. താങ്ക് യു സോ മച്ച് എവരിവൺ. Keep doing yourself and bye-bye. Take care. Bye.